നമസ്കാരം. സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രതിനിധി അല്ലെങ്കിൽ വ്യക്തി എത്രത്തോളം വലിയ ഉഡായിപ്പാണെന്ന് അത് ഏറെക്കുറെ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂരുള്ള ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം, തിരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ജനപ്രതിനിധി ആകുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഇടപഴകിയിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. കാര്യം, തിരഞ്ഞെടുപ്പ് വിജയിക്കുവാൻ വേണ്ടിയിട്ട് കാണിക്കാത്ത കോപ്രായങ്ങളില്ലായിരുന്നു. അത് കഴിഞ്ഞ്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനപ്രതിനിധി ആയതിനു ശേഷം സുരേഷ് ഗോപിയെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്തത്ര ദൂരത്തേക്ക് മാറി മറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല, സഹായം അഭ്യർത്ഥിച്ച് അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടി തന്റെ അരികിലേക്ക് എത്തുന്ന വയോധികരെ പോലും കാലുകൊണ്ട് തൊഴിച്ചു മാറ്റി മുന്നോട്ട് പോകുന്ന ഒരു തമ്പ്രാൻ ശൈലിയാണ് സുരേഷ് ഗോപി കൈവരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വെച്ചു പുലർത്തുന്നത്. ഇപ്പോ സുരേഷ് ഗോപിക്കെതിരെ സംസാരിക്കുന്നത് ഞാനോ അല്ലെങ്കിൽ സുരേഷ് ഗോപി വിരുദ്ധരായിട്ടുള്ളവരോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്നവരോ അല്ല, മറിച്ച് തൃശ്ശൂരുള്ള ജനങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ കേരളത്തിലുള്ള മലയാളികൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രസക്തമായ ഒരു പ്രതികരണം അതാദ്യം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. സുരേഷ് ഗോപിനെ ഒന്നും താല്പര്യമില്ലേ? അയാൾക്ക് തലക്ക് വട്ടായി പോയില്ലേ? പണ്ട് ഈ ഞാൻ കോടീശ്വരന് അതൊക്കെ നടത്തുമ്പോഴത്തേക്ക് അയാൾക്കൊരു ഹ്യൂമാനിറ്റേറിയൻ ഇതുണ്ടായിരുന്നു. ഇപ്പൊ അയാളൊക്കെ പോയി. നമുക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല, പക്ഷെ പുള്ളി മനുഷ്യരെ കണ്ട അറിയാത്ത പോലെ ആയി. സാനിറ്റൈസർ ഇടുക, അയാളൊന്നും ശരിയല്ല. പിന്നെ ചീപ്പ് പോപ്പുലാരിറ്റി. നമ്മൾ ഇപ്പോൾ കേട്ട ഈ പ്രതികരണം ഇത് ജനങ്ങളുടെ വികാരമാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഉഡായിപ്പ് ജനപ്രതിനിധിക്ക് എതിരെയുള്ള ജനങ്ങളുടെ വികാരം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ജനപ്രതിനിധി ആയതിനു ശേഷം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാജവാഴ്ചയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. തന്റെ അരികിലേക്ക് വരുന്ന ജനങ്ങളെ തള്ളിമാറ്റുന്നു. എന്തിനേറെ പറയുന്നു, വ്യക്തികളുടെ നിറം പോലും, ആ നിറത്തെ പോലും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാറി നിന്ന് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു വ്യക്തിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, കൈ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം സാനിറ്റൈസർ കൊണ്ട് കൈ കഴുകുന്ന സാഹചര്യം. അതുപോലെ തന്നെ ഈ വ്യത്യാസം ഇത് സാധാരണക്കാർക്ക് മാത്രമാണ് എന്നുള്ളതിലാണ് ഏറ്റവും വലിയ പിഴവും പ്രത്യേകതയും. എന്തായാലും ശരി, സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി ജനപ്രതിനിധി ആയതിനു ശേഷം ഏറ്റവും വലിയൊരു കപടനായി മാറിയിരിക്കുന്നു എന്നുള്ള വാസ്തവം. അതുമാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണോ സുരേഷ് ഗോപി ഇതിനു മുൻപ് നല്ല പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തത് എന്നുള്ള സംശയം പോലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് അധികാര സ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും നാളും ജനങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വരുത്തി തീർത്തത് എന്നുള്ള സംശയം പോലും നിഴലിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് പറ്റിയത് ഏറ്റവും വലിയൊരു അബദ്ധമായി മാറിയിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രതിനിധി ഒരിക്കലും ഒരു ജനപ്രതിനിധി ആയിരിക്കുവാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിയാണെന്ന് തന്റെ പ്രവൃത്തികളിലൂടെ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരി.